നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടും അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല പോലങ്ങ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നെടുകെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് മൊത്തത്തിൽ അങ്ങ് നമ്മുടെ ഒരു വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാ തക്കാളിയും ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തോരം തക്കാളി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പാത്രം നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ മുഴുവനെപ്പാട് തന്നെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളി വേവുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതങ്ങ് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതങ്ങ് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളുടെ ആ ഒരു തക്കാളി ഒരു ബ്രൗൺ കളറ് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അന്നുവെച്ച് കരിഞ്ഞു പോകാനും പാടില്ല, അതും ശ്രദ്ധിക്കുക. ഇനി തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മളിത് 2 സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൂടി നമുക്കങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതങ്ങ് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതങ്ങ് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ തക്കാളി ഇടുന്ന കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് രണ്ടും കൂടി നല്ലപോലെ വെന്ത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള തൊലി നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇതേപോലെ അങ്ങ് ഒന്ന് അടർത്തി മാറ്റാൻ വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും. കാരണം നമ്മൾ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ തൊലി തക്കാളിയുടെ മുകളിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ അങ്ങ് ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി നമുക്കിട്ട് ഇതൊന്ന് തിരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് 2 സൈഡും നല്ല പോലെ അങ്ങ് ഫ്രൈ ആയി വന്നാൽ, അതായത് നല്ല പോലെ ഇതങ്ങ് വെന്ത് വന്നാൽ നമുക്കിതങ്ങ് ഉടച്ചെടുക്കണം. നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ 2 സൈഡും വെന്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ നമ്മുടെ വെളുത്തുള്ളിയും തക്കാളിയും നല്ല പോലെ അങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ തക്കാളിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ്, ഞാനൊരു 2 ഉണ്ടമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മതി കേട്ടോ, ഒരുപാടൊന്നും കൂടി പോരുത്. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു നിറം കിട്ടും. അതേപോലെ തന്നെ നാരങ്ങ നീരാണ് വേണ്ടത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതേപോലെ തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ നമ്മുടെ മുളക് പൊടിയോ അതല്ലെങ്കിൽ മുളകോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോന്നിലും മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത കിടിലൻ വിഭവങ്ങളായിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.